So hello guys, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചില പ്രത്യേകതരം ഒരുത്തിനെ റോസ്റ്റ് ചെയ്യാനാണ്. ഈ പുള്ളിക്കാരനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നെടലിൽ നമ്മുടെ കൂടെ എപ്പോൾ കാണുന്നു കൂടിപ്പോയ രാത്രിയിൽ ചില വട്ടങ്ങളിൽ നമ്മുടെ നെടലിലാണ്. പക്ഷേ ഈ നെടലിൽ എന്ന് പറയുമ്പോൾ 24/7 കൂടെ കാണും. പക്ഷേ ഈ നെടല് പ്രത്യക്ഷമാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മുടെ രേണുസുതി വരണം. ഇത് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് കാര്യം കത്തിക്കാണും. നമ്മുടെ പ്രതീഷ് ഭായി ആണ് ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതെ, ഷാഡോ ഓഫ് രേണുസുതി. അതെ, അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് പിടിച്ച മുഖം ഓടിച്ചിങ് എടുത്തേക്കാം. എല്ലാവരും ലൈക്ക് ചെയ്തേരെ, ഫുൾ പവർ ഓൺ ചെയ്ത് ലൈക്ക് ചെയ്തേരെ, മാക്സിമം സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലിലും ഞെക്കി വെച്ചേരെ. നമുക്ക് 6 സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചെയ്തേരെ, വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ആദ്യത്തെ പുള്ളിയുടെ വിവരക്കേട് കണ്ടോ. പുള്ളിക്കാരൻ വീട്ടിൽ പോയിട്ട് അതിനകത്ത് സബ്ജക്റ്റും രേണുസുതി തന്നെ. പെർഫ്യൂമിന്റെ മണം കഴിഞ്ഞോ, ദാസാറിന്റെ മണം അടിച്ചോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പെർഫ്യൂം, ലക്ഷ്മി നക്ഷത്രം കൊണ്ടുവന്ന പെർഫ്യൂം, അതൊരിക്കലും ഗൈസ് ബോഡിക്ക് അടിച്ച് നടക്കുന്ന നമ്മൾ നോർമലായിട്ട് കൊണ്ട് നടക്കുന്ന പെർഫ്യൂം അല്ല. ഒരാളുടെ രേണുസുതിയുടെ കയ്യിരിക്കുന്ന പെർഫ്യൂമിന്റെ കാര്യം ഇവൻ പറയേണ്ട ആവശ്യം എന്തുവാ? ഹോ, അപ്പൊ പുള്ളിക്കാരി പറയേണ്ട എല്ലാത്തിന്റെ ആൻസർ പുള്ളിക്കാരൻ അങ്ങ് പറയുമോ? എന്നാ പിന്നെ പുള്ളിക്കാരിക്ക് കുറച്ച് കടമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതും കൂടെ അങ്ങ് അടച്ചൂടെ? വേണ്ടിയിട്ട് കൊടുത്തൊരു ഗിഫ്റ്റ് ആണ് ആ പെർഫ്യൂം എന്ന് പറയുന്നത്. ഇതിന്റെ തൊട്ട് ബാക്കിൽ ഇരുന്നിട്ടാണോ ഈ ക്വസ്റ്റ്യൻസും ഇതിന്റെ ആൻസറും ഞാൻ കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മറുപടി ഇതിന് പറയുന്നത് നിങ്ങൾക്ക്. ഓക്കെ, പക്ഷെ അതിന് മീഡിയക്കാരാണ് ശരി കുറെ കമന്റ്സ് ഇടുന്ന ആൾക്കാരൊക്കെ വളച്ചൊടിച്ച് വേറൊരു രീതിക്ക് ആക്കി. പറഞ്ഞ പുള്ളിക്കാരൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പ്രേയെ കുറിച്ച് പറയുക, അല്ലാതെ രേണുസുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതൊന്നും അല്ല. പുള്ളിക്കാരന് വേണ്ടത് റീച്ചാണ്, റീച്ച്. ഓ, അല്ലാതെ പുള്ളിക്കാരന് രേണിച്ചോട് ഇത്രയും കരുതലങ്ങ് വരുമോ? പുള്ളിക്കാരിക്ക് ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരൻ പുള്ളിക്കാരിയോട് കാണിക്കാത്ത കരുതല പ്രതീക്ഷയായിട്ടായി ഞാൻ കാണിക്കുന്നത്. പുള്ളിക്കാരനെ അറിഞ്ഞു തുടങ്ങിയത് രേണുസുതിയുടെ കൂടെ വന്ന് അഭിനയിച്ചതിന് ശേഷമാ. ഞാൻ അറിയുന്നതിന് ശേഷം നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി നമ്മൾ പുള്ളിക്കാരനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഇൻസ്റ്റാ പേജൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഭാര്യയെക്കാളും കൂടുതൽ പെങ്ങള്, അതെ രേണു പെങ്ങളുടെ വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് കിടക്കുന്നതും. അതെ, സ്വന്തം ആങ്ങളേക്ക് കാണിക്കാൻ പറ്റും ഇത്രയും കരുതല്. അതെ, ഇനി നമ്മൾ കുറച്ച് ഗൗരവത്തിൽ വീഡിയോ എടുക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ടത് ആങ്ങള പ്രതീക്ഷനെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റോസ്റ്റർ പ്രതീക്ഷനെയാണ്. ആക്ടിങ് ഇൻഡസ്ട്രിയിലോട്ട് തിരിഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ കാലം യൂട്യൂബ് ഭരിക്കേണ്ട റോസ്റ്റർ പ്രതീക്ഷനെ ഇനി നമുക്ക് പരിചയപ്പെടാം. അതെ, KGF-ന്റെ ഒരു മാസ് ബീജം വിട്ടപ്പോഴേക്ക് പുള്ളിക്കാരനെ അങ്ങ് മാസമായിട്ടാണ് നിങ്ങളൊക്കെ കണ്ടത്. പുള്ളിക്കാരൻ മാസാവാൻ കുറെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരന്റെ വീഡിയോയിലെല്ലാം കുറെ അപ്പി ചളികളങ്ങ് അടിച്ചിട്ടുണ്ട്. വിഷമിക്കാതെ കാണിക്കാം. ഹായ് ദയാച്ചു. ഇപ്പോഴത്തെ ഗൈസ് ദയാച്ചുവിനെ കുറിച്ച് കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. വാ, ഒരു റോസ്റ്ററിന് വേണ്ട മെയിൻ കാര്യം ആ കണ്ണിലെ തീക്ഷ്ണത നിങ്ങൾ കാണുന്നുണ്ടോ? ഗൈസ് ഫോളോസിനാട്ടോ. സുധിച്ചേട്ടൻ ജീവനോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ചേട്ടന് ഒരു പിടി വാരി കൊടുക്കണത് ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല ഗൈസ്. കാരണം രേണു ചേച്ചിന്റെ അടുത്തും പറഞ്ഞ കാര്യം, നിങ്ങൾ എന്തെങ്കിലും വാരി കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വെക്കായിരുന്നു. കാരണം ദയാച്ചു നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. കഴിവ് എന്തൊരു കോമഡിയാ പറഞ്ഞേ. ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് വീഡിയോ എടുത്ത് വെക്കായിരുന്നു. കാരണം ദയാച്ചു നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ഒളിഞ്ഞു നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം നിന്നെ വിളിച്ചു പറഞ്ഞിട്ടായിരുന്ന പുള്ളിക്കാരി ഒളിഞ്ഞു നോക്കാൻ പോയേ? പുള്ളിക്കാരൻ ഒക്കുന്ന പണിക്ക് പോയാ പോരെ? ആക്ടിങ് ഇച്ചിരി കത്തിന്ന് ഇച്ചിരി വില കിട്ടിയപ്പോഴേക്ക് റോസ്റ്റിംഗ് കൊണ്ടുവന്ന് അതങ്ങ് തൊലച്ച്. മേഡത്തിന് ഉണ്ട്, കാരണം അതുകൊണ്ടാണ് മേഡം അണ്ണാക്ക് തുറന്ന് നോക്കി ബിഗ് ബോസിൽ വന്നു. ബിഗ് ബോസിന്റെ അടുത്ത് നാട്ടുകാരെടുത്ത് വെളിയിൽ കളഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി ഇത് വെറും മൊണ്ണയാണെന്നുള്ളത്. എടേ, പുള്ളിക്കാരി ബിഗ് ബോസിൽ പോയെങ്കിൽ അത് പുള്ളിക്കാരുടെ കഴിവ്. നിങ്ങളെ എന്തുകൊണ്ട് ബിഗ് ബോസ് എടുത്തില്ല? കാരണം അവർക്ക് മനസ്സിലായി ഇത് വെറും മൊണ്ണയാണെന്നുള്ളത്. റൈറ്റ്. ഇല്ല, ഇതുകൊണ്ടൊന്നും ഏട്ടായി നിർത്തിയില്ല. ഇച്ചിരി വ്യൂ കയറിയപ്പോഴേക്ക് പാർട്ട് 2 അങ്ങ് അടിച്ചിറക്കില്ല ഏട്ടായി. ഇങ്ങനെയുള്ള തൊലിച്ച് പാടിക്കഴിഞ്ഞാൽ ഗൈസ് ഇത് മോശമായി പോകും. എന്നാലും പാടിക്കു ചേച്ചി, ഞാൻ കേൾക്കണ്ടേ? കുണുവാവയോ ഗൈസ്? ഞാനൊക്കെ കുണുവാവ എന്ന് പറഞ്ഞാൽ ശരി, എനിക്ക് 29 വയസ്സ് 30 വയസ്സുള്ളൂ. 29 വയസ്സുള്ള നിന്നെ ആരോ കുഞ്ഞുവാവയായിട്ട് പ്രഖ്യാപിച്ചു. എന്നാ പിന്നെ നിന്നെ ഒരു തൊട്ടിലി കയറ്റിയിട്ട് ആട്ടാ. പോരാങ്കിൽ നിനക്കൊരു ഡൈപ്പറും ഒരു പാൽക്കുപ്പിയും കൂടെ അങ്ങ് മേടിച്ചു തരാം. അല്ല, ഇങ്ങനെയൊക്കെ അരിശ്രേഷനാണോ മോളെ? അപ്പൊ ഇതെന്താ, നീ വെള്ളം കോരുവാന്നോ? പുള്ളിക്കാരന്റെ റോസ്റ്റിംഗ് വീഡിയോസ് ഇടുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരന്റെ വീഡിയോ ഒന്ന് കാണാൻ മൊത്തം അപ്പിച്ചളികളാണ്. അടുത്ത UKG പഠിക്കുന്ന പിള്ളേർ ഇതിനേക്കാൾ നല്ലോണം കിടന്ന് കോമഡി അടിക്കും. പുള്ളിക്കാരൻ ഇപ്പോഴും 1ാം ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് വളർന്നിട്ടില്ലെന്ന് തോന്നുന്നു.
അല്ല എങ്ങനെ ബുദ്ധി വളരാനേ രേണുസുതിയുടെ കൂടെ അല്ലേ നടക്കുന്നത്. രേണുസുതിന്റെ ബുദ്ധി ഉണ്ടെങ്കിലും അങ്ങ് ബുദ്ധിയില്ലാത്ത കൂട്ട് അഭിനയിച്ച് നടക്കും. എന്തുവാ ബിസിനസ് മൈൻഡ്. പുള്ളിക്കാരന് ഇതോട്ട് നിലവാരമില്ലാത്ത ചളികളെല്ലാം കൂടെ നമുക്ക് ഈ വീഡിയോ കുത്തിക്കറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചെത്തിയെടുത്ത കുറച്ച് വീഡിയോസേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സപ്പോർട്ട് ഈ വീഡിയോക്ക് കിട്ടുകയാണെങ്കിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇച്ചിരി കൂടെ ലെങ്ത് വലിച്ചു നീട്ടി ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇരട്ടിയായിട്ട് അങ്ങ് കയ്യെ കൊടുത്തേക്കാം. അപ്പോൾ ഇതെല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേരം, മാക്സിമം ലൈക്കും തന്നേരം, സബ്സ്ക്രൈബും ചെയ്തേരം. 6K സബ്സ്ക്രൈബേഴ്സ് ആണ് ടാർഗറ്റ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.